അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായി ഡോക്ടർ അരുൺ സക്രിയയും സംഘവും ഇന്ന് അതിരപ്പള്ളിയിലേക്ക് എത്തി. ഇന്നിപ്പോൾ രാവിലെ പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ തന്നെയായിരുന്നു ആന ഉണ്ടായിരുന്നത്. രാവിലെ നേരത്തെ തന്നെ ഏകദേശം 7 മണിയോടുകൂടി തന്നെ ആനയെ ഈ എണ്ണപ്പനത്തോട്ടത്തിനകത്താണ് ആദ്യം കണ്ടത്. ആ സമയത്ത് ഡോക്ടർ അരുൺ സക്രിയയും സംഘവും ഈ കോടനാട് അഭയാരണ്യത്തിലുള്ള ആനയെ ഇവിടെ നിന്നും മാറ്റുകയാണെങ്കിൽ അവിടെ ചികിത്സിക്കാൻ വേണ്ടി പാർപ്പിക്കേണ്ട കൂട് അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഒരു പര്യാപ്തത ഉണ്ട് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. കൂടിൻ്റെ എത്രത്തോളം ബലമുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ കൂടിന് ബലക്ഷയം ഉണ്ട് എന്നുള്ളൊരു കണ്ടെത്തലാണ് നിലവിൽ അരുൺ സക്രിയയും സംഘവും കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് അരുൺ സക്രിയയും സംഘവും ഇങ്ങോട്ടേക്ക് എത്തി. വാഴച്ചാൽ DFO ലക്ഷ്മി ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് എത്തിയ സമയത്ത് ആദ്യം എണ്ണപ്പനത്തോട്ടത്തിൽ നിന്നിരുന്ന ആന പിന്നീട് റോഡിലേക്ക് കയറി ഏഴാറ്റുമുഖം പാലത്തിനടുത്ത് വന്ന് അതിനപ്പുറത്തേക്ക് പിന്നീട് വീണ്ടും ചെക്ക് പോസ്റ്റിന് എതിർവശത്തേക്ക് ആന പോവുകയാണ് ഉണ്ടായത്. ഏകദേശം 11 മണിക്ക് മുൻപേ തന്നെ ആന കാട് കയറുകയും ചെയ്തു. ആനയുടെ ആരോഗ്യസ്ഥിതിയും ഡോക്ടർ അരുൺ സക്രിയ അടക്കമുള്ള സംഘം പരിശോധിച്ചു. ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം വിലയിരുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പെട്ടെന്ന് മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കാനായി ഇപ്പോൾ കഴിയില്ല. കാരണം ഇനിയിപ്പോൾ പുതിയ കൂട് നിർമ്മിക്കേണ്ട ആവശ്യമുണ്ട്. പുതിയ കൂട് നിർമ്മിക്കാൻ ഉള്ള സമയം ആവശ്യമാണ്. അതിനൊക്കെ തന്നെ മരം കൊണ്ടുവന്ന് പിന്നീട് കൂട് നിർമ്മിക്കുകയൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിലവിൽ അരുൺ സക്രിയയും സംഘവും വയനാട്ടിലേക്ക് മടങ്ങിപ്പോകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി ഒരു തവണയും കൂടെ നമുക്ക് ഇതിനെ ചികിത്സിച്ച് വിടാൻ പറ്റില്ല. ഇനി എന്തായാലും തുടർ ചികിത്സ തന്നെ നൽകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുങ്കിയാനകളെ കൊണ്ടുപോയി അതിന് മുന്നോടിയായി പരിശോധനകളും അതിനോടൊപ്പം തന്നെ ഉന്നതതല യോഗവും എല്ലാം തന്നെ കൂടുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.